നൃത്യ സമൃദ്ധി എന്ന് പറഞ്ഞൊരു ശില്പശാല, ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു ശില്പശാലയ്ക്ക് അസ്തിക്യ ഫൗണ്ടേഷനും ശ്രീവിദ്യാ കലാനികേതനും കൂടെ ചേർന്ന് രൂപം കൊടുക്കുകയാണ്. ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ KV സുരേന്ദ്രൻ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. 23-ാം തീയതി രാവിലെ 9 മണിക്ക് മേത്തിൽ ദേവിക ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസ്സസ് ഉണ്ടാവും. തുടർന്നുള്ള ദിവസങ്ങളിലും 27-ാം തീയതി വരെ രാവിലെ ശർമിളി വിശ്വാസ് ഒഡീസി നൃത്തത്തിൻ്റെ ക്ലാസ്സുകളെടുക്കും. ഉച്ചയ്ക്ക് ശേഷം മാർഗി വിജയകുമാർ സാറ് ഭാവരസ അഭിനയത്തിൻ്റെ ക്ലാസ് എടുക്കും. വൈകുന്നേരം പ്രിയങ്ക വെമ്പട്ടി ചിന്നസത്യം അദ്ദേഹം അവരുടെ കൂച്ചുപുടി ക്ലാസ് ഉണ്ടാവും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഒരു സംസ്കാരമാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ മിത്തോളജി പഠിച്ചിരിക്കണം. അങ്ങനെ കുറേ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് ഇത് നടത്തുന്നത്. 28-ാം തീയതി വൈകുന്നേരം പ്രിയങ്ക വെമ്പട്ടി ചിന്നസത്യം അവരുടെ ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടായിരിക്കും. ഭാമാകലാപം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കലാരൂപമാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ഞങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. അസ്തിക്യ ഫൗണ്ടേഷൻ്റെ തന്നെ ഒരു ശ്രീവിദ്യാ കലാനികേതനും കൂടെ ചേർത്ത് നമ്മൾ ഇവിടെ നിന്നും ഒരു ഫണ്ടൊന്നും റേസ് ചെയ്ത് ചെയ്യുന്നതല്ല. പക്ഷേ ഇതൊരു ചലഞ്ചിങ് ആണ്. കലാ ആസ്വാദകർക്കും അത് പഠിക്കുന്നവർക്കും ഒരു മുതൽക്കൂട്ടാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ അസ്തിക്യ ഫൗണ്ടേഷൻ്റെ കളകനന്ദിയോട് സംസാരിക്കും. ഗോട്ട് ഓൾ ദി ഡീറ്റെയിൽസ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതിൻ്റെ ശില്പശാലയുടെ രജിസ്ട്രേഷൻസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ഇനി 28-ാം തീയതി വൈകുന്നേരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ എൻട്രൻസ് ഫ്രീ ആണ്. 5 മണി തൊട്ട് നമ്മളുടെ ശില്പശാല വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെയും ഈ മുതിർന്ന ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പൂയം തിരുനാൾ തമ്പുരാട്ടി ആയിരിക്കും വരുന്നത്. ഡോക്ടർ രാജശ്രീ വാര്യർ നമ്മുടെ ഗ്ലോബൽ ഡാൻസ് സമ്മിറ്റ് എന്നൊരു പ്രോഗ്രാം 2025 ഏപ്രിലിൽ വിഷുവിൻ്റെ അന്ന് തുടങ്ങി ഈസ്റ്ററിൻ്റെ അന്ന് അവസാനിക്കുന്ന പോലെ ഒരു 7 days പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 40ഓളം രാജ്യങ്ങളിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. വേറെ ഒരു 20 സ്റ്റേറ്റാണ് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പാർട്ടിസിപ്പൻസിനെ വിടാൻ വേണ്ടിയിട്ട്. ആ സമയത്തുള്ള വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർ രാജശ്രീ വാര്യർ 28-ന് അനൗൺസ് ചെയ്യും. അന്ന് നമ്മൾ ഗ്ലോബൽ ഡാൻസ് സമ്മിറ്റ് സ്റ്റെപ്പിംഗ് ബിയോണ്ട് ഫ്രോണ്ടിയേഴ്സ് എന്നുള്ളതാണ് നമ്മളുടെ തീം. അതിരുകൾക്കപ്പുറത്തേക്ക് ചുവടുകൾ എന്നുള്ളതാണ് നമ്മുടെ തീം. സോ ദാറ്റ് ഈസ് ദ പ്രോഗ്രാം 28th. നമ്മൾ ഏപ്രിലിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം ഒരു വൻ വിജയമാവണം. അതിനൊരു കർട്ടൻ റൈസർ കൂടെ ആയിട്ടാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മാധ്യമത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് ഒരു വലിയ പ്രോഗ്രാമിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതുമാത്രമാണ് ഏക പ്രതീക്ഷ, അല്ലെങ്കിൽ അതുമാത്രമാണ് നമ്മളുടെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. വേറൊന്നുള്ളത്, ഡാൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു കലാരൂപം മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത്. അതൊരു ഫുൾ മൈൻഡ് ആൻഡ് ബോഡി എക്സസൈസാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ളതാണ് നമ്മളുടെ മെമ്മറി പവർ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പ്രഗത്ഭരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്നും നിലനിൽക്കണം, ഇതൊക്കെ ഇവർക്കെന്നും ഓർമ്മയുണ്ടാവണം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്കില്ലാണ് ഡാൻസ് എന്ന് പറയുന്നത്. ഫുൾ ബോഡി മൈൻഡ് എക്സസൈസ്. അതിലൂടെ
നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയുടെ മെമ്മറി പവർ വരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കൂടിയാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാലോ, ശ്രീവിദ്യാ കലാനികേതൻ ശ്രീവിദ്യാമ്മയുടെ പേരിൽ നമ്മൾ നടത്തുന്നൊരു കൾച്ചറൽ സൊസൈറ്റിയാണ്. അസ്തിക്യ ഫൗണ്ടേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചൈൽഡ് ലേബറിനെതിരെ എല്ലാ രാജ്യത്തും ഇവരുടെ ഓരോരോ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അവർ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൾച്ചറും ഈ ചാരിറ്റിയും ഇത് എല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ വിചാരിക്കുന്നത്. തമ്പുരാട്ടിയുടെ ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ട്. കലാകാരി, തികഞ്ഞൊരു കലാകാരി കൂടെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 2 പ്രോഗ്രാമും നമ്മൾ വളരെ നന്നായിട്ടത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ളത് പഠനത്തിൻ്റെ ഒരാഴ്ചക്കാലം, കലയും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും. അപ്പോൾ തുടക്ക ദിവസവും അവസാന ദിവസവും നിങ്ങളെല്ലാവരും ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം.